ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ വല്ലാത്ത കാറ്റ്, പല രീതിയിലുള്ള കാറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അടിക്കുമ്പം നമ്മൾ വല്ലാത്ത തളർന്നു പോകാറുണ്ട്. ജീവിതം വലിയ കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ട് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് നാനാഭാഗത്തു നിന്നും പലവിധമായ കാറ്റുകൾ അടിച്ചതുമൂലം ജീവിതത്തിൽ വളരെ നിരാശയും ഇനി മുന്നോട്ട് എന്താണെന്ന് പോലും അറിയാത്തൊരു അനുഭവത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കർത്താവിൻ്റെ വചനം നിങ്ങളോട് ചിലത് പറയാനുണ്ട്. യെശയ്യാവ് 54:11 പറയുകയാണ്, അരിഷ്ടയരായിട്ടുള്ളൊരവസ്ഥയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നേരിടുന്നത്? കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റവളുമായുള്ളവേ. വല്ലാത്ത കൊടുങ്കാറ്റ്, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കൊടുങ്കാറ്റ് അടിച്ചിട്ട് വല്ലാത്ത പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഇതുപോലുള്ള ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവ് പറയുവാണ്, നിങ്ങളെ ഞാൻ കാണുന്നു. അരിഷ്ടയായിട്ടിരിക്കുന്ന വ്യക്തിയോട്, കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് വല്ലാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തിയോട് കർത്താവിൻ്റെ വചനം പറയാണ്, ഞാൻ കാണുന്നു. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. നിന്റെ കല്ല് അഞ്ചനത്തിൽ പതിക്കുകയും കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ഇങ്ങനെയെല്ലാം പല കാര്യങ്ങൾ അവിടെ നമുക്ക് മാന്യതയേറിയ കാര്യങ്ങൾ നൽകുമെന്ന് ദൈവം പറയുന്നുണ്ട്. അതിന് കൂടെ നമ്മളെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ വല്ലാത്ത കൊടുങ്കാറ്റിന് അടിക്കപ്പെട്ട് ആശ്വാസവും പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് നമ്മളെ മാന്യതയേറിയ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൈവം പറയുവാണ്. ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതെല്ലാം വളരെ മാന്യതയുടെ അനുഭവങ്ങളാണ്. ദൈവം ആ മാന്യതയിലേക്ക് നമ്മളെ നടത്തുക മാത്രമല്ല, അവിടെ പറയുന്നുണ്ട്, നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും, നീ പീഡനത്തോട് അകന്നിരിക്കും, നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഭീഷണിയോട് നീ അകന്നിരിക്കും, അത് നിന്നോട് അടുത്ത് വരികയില്ല. അങ്ങനെ ഒത്തിരി നമ്മളെ ബലപ്പെടുത്തുന്ന വചനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് അരിഷ്ടയായിട്ടിരിക്കുന്ന അനുഭവമാണെങ്കിൽ, കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റിരിക്കുന്ന അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ, തീർച്ചയായിട്ടും ഈ വചനം നമ്മളോടുള്ളതാണ്. ദൈവം നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നിന്റെ കല്ല് അഞ്ചനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ഞാൻ നിന്റെ താഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ട്, നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ട്, നിന്റെ അറ്റങ്ങളൊക്കെയും മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. അങ്ങനെ നമ്മളെ ബലപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ അവിടെ പറഞ്ഞു. നമുക്ക് മാന്യത നൽകുന്ന, നമ്മൾക്ക് ബലപ്പെടുത്തുന്ന ഒരുപാട് വചനം നമ്മളെ അവിടെ ഉറപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ളൊരു അനുഭവമാണെങ്കിൽ നമ്മൾ ഈ വചനത്തെ നമ്മൾ ഏറ്റെടുക്കണം. ദൈവമേ, അങ്ങ് പറഞ്ഞ ഈ വചനം ഞാൻ ഏറ്റെടുക്കും. ഞാനിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ ഇതാണ്, അരിഷ്ടയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കൊടുങ്കാറ്റിൽ അടിക്കപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ കർത്താവേ, അങ്ങയുടെ ഈ വചനം ഞാൻ ഏറ്റെടുക്കും. ദൈവമേ, മാന്യതയൊരു അനുഭവം കർത്താവ് എനിക്ക് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നു. കർത്താവേ, അതിലുപരി എനിക്ക് സമാധാനം നൽകുന്നൊരു ദൈവമുണ്ടെന്ന് ഞാൻ അറിയുന്നു. നീ പീഡനത്തോട് അകപ്പെടും, നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ എന്ന് വചനം പറയുന്നു. അപ്പം പീഡനത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നെല്ലാം നീ അകന്നിരിക്കും. നിനക്കൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ധൈര്യപ്പെടുത്തും. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ ഒരു ഉറപ്പ് തരികയാണ്, ധൈര്യമായിട്ടിരിക്കുക, ഭയപ്പെടേണ്ട. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.